ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. നമ്മൾ കോഴിക്കോട്ടേക്ക് പോകാമെന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിനിന് വെയിറ്റ് ചെയ്യാമെന്ന്. നമ്മുടെ എത്തുമ്പോൾ അല്ലേ നമ്മൾ പോകാൻ വിചാരിച്ചിട്ടുണ്ടായ ട്രെയിൻ മിസ്സായിന്. അങ്ങനെ വേറെ ട്രെയിനിലാണ് നമ്മൾ പോയത്. അങ്ങനെ നമ്മുടെ എത്തുമ്പോൾ ഈ ട്രെയിൻ പോയിട്ടാ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അപ്പോഴേക്കപ്പം വേറൊരാട് പറഞ്ഞിട്ട് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ വേറൊരു ട്രെയിനിലാണ് പോയത്. അങ്ങനെ ആ ട്രെയിൻ നമ്മൾ അടുത്തലും ട്രെയിന് പോലും ഒക്കെ ആയി. അങ്ങനെ പിന്നെ എന്ത് ചെയ്യുന്നത്, അങ്ങനെ കുറച്ചൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ 11:45 അങ്ങനെ എന്തോ ഇൻ്റർസിറ്റി ട്രെയിൻ എന്തോ ഉണ്ടായത്, അത് പോയി. രണ്ടാമതിന് ശേഷം തന്നെയുള്ള ട്രെയിനിൽ ഞങ്ങൾ വന്നിട്ടാ. ഇതാണ് ആ ട്രെയിൻ, അടിപൊളി ട്രെയിനാണ് പോയത് അമ്മോ. അങ്ങനെ ട്രെയിനിൽ കയറിയിട്ട് മുകളിൽ കയറിയിട്ടിരുന്നിട്ട് തല വാരാനും മേക്കപ്പ് ആക്കാനും കഴിഞ്ഞിന്. അങ്ങനെ ഫുൾ സെറ്റിൽ ഞങ്ങൾ പോയതാണ് കോഴിക്കോട്ടേക്ക്. നല്ല വ്യൂ എല്ലാം കണ്ടുകൊണ്ടാണ് പോയത്. കാടും മലയും തോടും പുഴയും എന്ന് പറയുന്നില്ലേ, അങ്ങനെ ഞങ്ങൾ എൻജോയ് ആക്കിയിട്ടാണ് ഞങ്ങൾ പോയത്. അങ്ങനെ കോഴിക്കോട് ഏകദേശം എത്താറായിനവേ. പോകുന്ന ആ സ്ഥലത്തെല്ലാം നല്ല നല്ല വ്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ എൻജോയ് ചെയ്തിട്ടാണ് പോയത്. അങ്ങനെ കോഴിക്കോട് എത്തിയിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ ബീച്ച് സൈഡിലേക്ക് പോയവേ. കോഴിക്കോട് ബീച്ചിലേക്ക് നമ്മൾ പോയി. നല്ല രസമുണ്ടായിരുന്നു. വൈകുന്നേരം 4 മണിക്ക് ശേഷമാണ് നമ്മൾ അവിടെ പോയത്. നല്ല രസമുണ്ടായിരുന്നു. അടുത്ത വൈബെല്ലാം. അടുത്ത ഓരോരോ ഉപ്പിലിട്ട മാങ്ങ, പിന്നെ നെല്ലിക്ക, പിന്നെ എല്ലാം പൈനാപ്പിൾ, എല്ലാ ഐറ്റംസും നമ്മൾ കഴിച്ച് നോക്കിയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വെള്ളം കണ്ടെങ്കിൽ പിന്നെ നയാസിൻ്റെ അവസ്ഥ പറയണ്ടല്ലോ. ഒരു വെള്ളത്തിലേക്ക് തന്നെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ആക്കിയിട്ട് പോയിട്ട് ഡ്രസ്സും ചേഞ്ച് ആക്കിയിട്ട് അവനങ്ങനെ ബീച്ചിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. വെള്ളത്തിൽ എനിക്ക് ചണ്ടിയാവാണ്ടില്ലേ, അവനിക്ക് കഴിയില്ല. പിന്നെ ഓന ആ സെറ്റപ്പിൽ തന്നെ പോയത്. ആ വെള്ളത്തിലേക്കുള്ള കണ്ണാടിയും പിന്നെ ഡ്രസ്സെല്ലാം കൊണ്ട് തന്നെ ഓന് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബീച്ചിൽ നിന്ന് ആർത്തുല്ലസിച്ച് കളിച്ച്. എത്ര വിളിച്ചൊന്നും വരുന്നില്ല, അത്ര തന്നെ ആളുണ്ടായിന് അവിടെ. നമ്മളെടുത്ത് കാസർഗോട്ടെ ബീച്ച് പോലൊന്നുമില്ല, കോഴിക്കോട്ടെ ബീച്ചിലെ ആൾ എന്ന് പറഞ്ഞെങ്കിലേ അത്ര ആളുണ്ടായിന്. എന്തെന്ന് അറിയുന്നില്ല. നമ്മൾ അതിന് മുന്നേ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിന്. അപ്പോൾ അങ്ങനെ ഭയങ്കര തിരക്ക്. എന്തെന്ന് അറിയില്ല. നിങ്ങൾ അറിയുന്ന ആളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ബീച്ചിൽ മാത്രം ഇത്ര ഒരു തിരക്ക് തന്നെയാണ്. ഒരു ബീച്ചിലില്ല അപ്പോൾ ഇത്ര തിരക്ക്. ആളുണ്ടായിട്ടെന്ന് അറിയില്ല, എന്തോ ഒരു പാങ്ങും ഉണ്ടായിരുന്നു അവിടെ. അടുത്ത ഓരോന്ന് കഴിക്കാനും, അടുത്ത സ്നാക്സ് ആയെങ്കിലും ഉപ്പിലിട്ടതായെങ്കിലും ജ്യൂസ് ആയെങ്കിലും, പിന്നെ എന്താ ചരണ്ടി ജ്യൂസ് എന്തിനു പറയുന്നത്, അതും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാ സാധനവും നമ്മൾ ടേസ്റ്റ് ചെയ്തിനവേ. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ ഫോണിൽ ചാർജ് ഉണ്ടായിട്ട് അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇവർ രണ്ടാൾ അപ്പുറം ഇപ്പുറം പൊയ്യ വാരിയിട്ട് എറിയലും കളിക്കലും. വെള്ളത്തിൽ തന്നെ വെള്ളത്തിൽ തന്നെ വീണേ പോനെ, ഫുള്ള് നനഞ്ഞിന്. എന്നിട്ട് ഓന് വരുന്നുണ്ടായിട്ടാ. അതാണ് ഈ നയാസിൻ്റെ അവസ്ഥ, വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോയെന്നുള്ള അവസ്ഥ. അങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോസ് ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിനവേ. എന്നിട്ട് നമ്മൾ നേരെ പോയത് ഫൺ സിറ്റി കാലിക്കറ്റിലുള്ള ഫൺ സിറ്റി. അത് ഗൂഗിളിൽ നോക്കിയിട്ട് തന്നെ നമ്മൾ പോയത്. ചെറിയ എൻട്രി ഫീസ് 100 രൂപ അങ്ങനെ ഉണ്ടായിട്ട് ഒരാൾക്ക്. അങ്ങനെ ചെറിയ പൈസ അല്ലേ, എന്നിട്ട് നമ്മൾ പോയതാണ്. സ്വിമ്മിങ് പൂള് ഗൂഗിളിൽ ഭയങ്കരത്തിൽ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സ്വിമ്മിങ് പൂള്, പിന്നെ ബേഡ്സ്, പിന്നെ അങ്ങനത്തെ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പാമ്പെല്ലാം ഇല്ലേ, അങ്ങനത്തെ എന്തെല്ലാം കാണിക്കുന്നുണ്ടാകുന്നില്ല. അങ്ങനത്തെ എല്ലാം ഉണ്ട് എന്നിട്ട് ഞങ്ങൾ പോയതാണ്. അടുത്തിട്ട് നോക്കുമ്പോൾ എന്തുമില്ല. അപ്പോൾ ഈ സ്വിമ്മിങ് പൂള് ചെറിയ ഒരു സ്വിമ്മിങ് പൂളിൽ തുള്ളുന്ന ജാറുന്ന എത്ര മാത്രമേ അവിടെ ഉണ്ടായിട്ടു. നമ്മൾ ഈ ഗൂഗിളിൽ കണ്ടിട്ട് പോയതാണ്. അവിടെ ഒന്നുമില്ല. അത് ഈ കാണുന്ന ഈ എൻട്രി മാത്രം, വേറെ ഒന്നുമില്ല അവിടെ. കുറച്ച് പാമ്പിനെയും പിന്നെ കുറച്ചൊരു മീനുണ്ടായിരുന്നു. അക്വേറിയം ഉണ്ടായിരുന്നു, ഫിഷ് അക്വേറിയം. ഇത് കുറച്ച് പാങ്ങുണ്ടായിരുന്നു, വേറെ ഒന്നും പാങ്ങുണ്ടായിട്ടാവേ. പിന്നെ എന്താക്കുന്നത്, കുറേ ഞങ്ങൾ ഓട്ടോയിൽ കുറേ പോയതാണ്. പോയിട്ടാണ് നടത്തീനെ. നമുക്ക് ഈ കാസർഗോട്ടല്ലാണ്ട് ആടത്തെ കഥ നമുക്കറിയുന്ന. അങ്ങനെയാണ് നമ്മൾ അവിടെ പോയത്. പിന്നെ പോയിട്ടാകുമ്പോൾ വെറുതെ നിൽക്കുന്നങ്ങനെ ആടെ അതിൻ്റെ ഉള്ളിൽ കയറി ഞാനവിടെ കിടന്നുറങ്ങി. എനിക്ക് മടിയായി, അത്രയും ബോറടിച്ചിന്. എനിക്ക് വലിയ പാങ്ങൊന്നും ഉണ്ടായിട്ടാ. ഇത് കുറച്ച് വീഡിയോസ് എടുത്തിട്ട് ഫോണും ഞാൻ ചാർജിന് വെച്ചിട്ട് ഞാൻ കിടന്നുറങ്ങി. അങ്ങനെ പിള്ളേർ 2 ആൾ കളിച്ചപ്പോൾ ഓർക്ക് പിന്നെ വെള്ളം കണ്ടെങ്കിൽ മതി, പിന്നെ വേറെ ഒന്നും പാടില്ല. സ്വിമ്മിങ് പൂളിൽ എൻജോയ് ആക്കിയിട്ട് ഓർ കളിച്ച് കുറേ സമയം. ഓർക്ക് ടൈമിംഗ് ഒന്നും ഉണ്ടായിട്ടാ, എത്ര വേണം കളിക്കാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാകുമ്പോൾ. അങ്ങനെ കുറേ ആൾക്കാരും ഉണ്ടായിട്ട്, കുറച്ച് ആൾക്കാരേ ഉണ്ടായിട്ടു. അതിൽ ഓരോരുത്തർ കയറാൻ ചെറിയ ഫീസേ അവിടെ ഉണ്ടായിട്ടു. അങ്ങനെ ഞങ്ങൾ ഫൺ സിറ്റിയിൽ നിന്ന് പെട്ടെന്ന് വന്നപ്പോൾ വലിയ പാങ്ങൊന്നും ഉണ്ടായിട്ട് അങ്ങനെ എല്ലാം റെഡി ആയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നേരെ വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലിലേക്കാണ് ഓളൊന്ന് പ്രസ് ചെയ്യട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.
ഓരോ